എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ കേട്ടോ. അപ്പം നമുക്ക് ചെന്നൈയിലാണെങ്കിലും ഇവിടെ അവിടെങ്ങളായിട്ട് കൊന്നപ്പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ പോയി കൊന്നപ്പൂവൊക്കെ പിച്ചിക്കൊണ്ട് വന്നു. പിന്നെ രാത്രി ശരത്തായിരുന്നു എല്ലാം അറേഞ്ച് ചെയ്ത് തന്നത്. പിന്നെ ഇന്നത്തേക്ക് സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറിയിൽ ഇപ്പം സാമ്പാറിനുള്ളത് അല്ലെങ്കിൽ അവിയലിനുള്ളത് എല്ലാം അരിഞ്ഞു വെച്ചിട്ട് കിടന്നുകൊണ്ട് രാവിലെ ടപ്പേന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു കേട്ടോ. സദ്യ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. രാത്രി തന്നെ ഇതുപോലെ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റി മാറ്റി വെക്കുക. പിന്നെ പയറെല്ലാം വറുത്തരങ്ങി വയ്ക്കുക, അതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഒന്നൊന്നായിട്ട് അങ്ങ് ചെയ്ത് തീർത്തു. എന്താ പറയുക, 10 മണിയായപ്പോഴത്തേക്കും 10-10:30 ആയപ്പോഴത്തേക്കും 2 കൂട്ടം പായസം അടങ്ങിയിട്ടുള്ള ഉഗ്രൻ വിഷു സദ്യ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കടലപ്രഥമനും അതുപോലെ തന്നെ പാലട പ്രഥമനുമാണ് ഉണ്ടാക്കിയത്. പിന്നെന്താ പറയുക, എല്ലാം റെഡിയായിട്ട് നമ്മൾ സെർവ് ചെയ്ത് ഓരോ പാത്രത്തിലേക്ക് മാറ്റി മാറ്റി വെച്ചിട്ട് കുളിച്ച് കുട്ടപ്പിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാവരും റെഡിയാണ് വിഷു സദ്യ കഴിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ദിനാശംസകൾ.